ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുകയാണ്. അതേസമയം ആശാവർക്കർമാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന കഴിഞ്ഞ മാസത്തെ ഓണറേറിയം കുടിശ്ശിക ഇപ്പോൾ സർക്കാർ അനുവദിച്ചു. ഇതോടെ 3 മാസത്തെയും കുടിശ്ശിക തീർത്തു. ഇൻസെന്റീവിലെ കുടിശ്ശികയും കൊടുത്തു തീർത്തിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണൻ, പ്രശാന്ത്, സമരത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. സമരത്തെ പരിഹസിക്കുന്ന നിലപാട് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. വളരെ കുറച്ചുപേർ പങ്കെടുക്കുന്ന ഈർക്കിലി സംഘടന ആഹ്വാനം ചെയ്ത സമരം എന്ന അധിക്ഷേപമുണ്ട്. ആരോഗ്യമന്ത്രി അടക്കം സമാനമായ പ്രസ്താവനകൾ നടത്തും. അതിനിടയിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. അതുകൊണ്ട് സമരത്തിൽ അനുകൂലമായൊരു സമീപനം എടുത്തു എന്ന് വാദിക്കാനാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? സമരത്തിന് പിന്തുണയില്ലെന്നും സമരത്തെ അവഹേളിച്ചുമെല്ലാം നേരിടാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ഇതിനിടയിലാണ് ആശമാർക്ക് ഇപ്പോൾ തൽക്കാലത്തേക്കൊരു ആശ്വാസമെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കാരണം 2 മാസത്തെ ഓണറേറിയം നേരത്തെ അനുവദിച്ചിരുന്നു. അപ്പോൾ ഈ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക കൂടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ 3 മാസത്തെ ഇൻസെന്റീവ് കുടിശ്ശികയും തീർത്തിട്ടുണ്ട്. 3 മാസം ഇൻസെന്റീവ് കുടിശ്ശികയും തീർത്തിട്ടുണ്ട്. അപ്പോൾ കുടിശ്ശികകൾ തീർത്തു എന്ന് പറയാം. സമരം തുടങ്ങി 18ാം ദിവസമാണ് സർക്കാർ ഈ നടപടി സ്വീകരിക്കുന്നത്. അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ആശമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതല്ല. അവർക്ക് 6 ആവശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അവരുടെ വേതനം, അതായത് ഓണറേറിയം 7,000 രൂപയിൽ നിന്ന് 21,000 രൂപ ആക്കുക എന്നതാണ്. പിന്നെ പെൻഷൻ അനുവദിക്കുക, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ പെൻഷൻ അനുവദിക്കുക. ഈ ആവശ്യങ്ങൾ ആണ് ഏറ്റവും പ്രധാനം. കാരണം അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഗുരുതര സാഹചര്യം. അതുകൊണ്ടാണ് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരം ചെയ്യുന്നത്. അപ്പോൾ സമരം ചെയ്യുന്നവർ ഒരു ചെറിയ വിഭാഗം മാത്രമാണ്. അല്പം മുൻപ് ഈ PR ടെമ്പിൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജും പറയുന്നത് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ആദ്യം 7% ആശമാർ മാത്രമായിരുന്നു. ഇപ്പോൾ അത് 6% കുറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സമരത്തിന് ആശമാരുടെ പിന്തുണയില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഒപ്പം തന്നെ ഒരു വശത്ത് CITU രംഗത്തിറക്കി, ആശമാരുടെ സംഘടനകളുടെ CITU രംഗത്തിറക്കിക്കൊണ്ട് തന്നെ ഇതിന് ബദൽ സമരം നടത്തുന്ന പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ കോഴിക്കോടായിരുന്നു, കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലായിരുന്നു, തിരുവനന്തപുരത്തടക്കം നടത്താനുള്ള പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് ഈ സമരത്തിന് എല്ലാ ആശമാരുടെയും പിന്തുണയില്ല എന്നത് കൂടി വരുത്തി തീർത്ത് അവരുടെ പ്രധാന ആവശ്യങ്ങളോട് സർക്കാർ ഇപ്പോഴും മുഖം തിരിഞ്ഞ് നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാന ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതുവരെ കൊടുക്കാനുള്ള കുടിശ്ശിക അത് തീർക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ.